നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ബാർ കോഴ വിവാദത്തിൽ പ്രതിപക്ഷം തുരുമ്പിച്ച ആയുധമായാണ് സർക്കാരിനെ നേരിട്ടതെന്ന് മന്ത്രി എം ബി രാജേഷ്. കുറച്ചുകൂടി നല്ല ആയുധങ്ങളായി വരട്ടെ, ആ സമയം നോക്കാം. ടൂറിസ്റ്റ് വകുപ്പ് എക്സൈസിൽ കൈകടത്തിയിട്ടില്ല. കൂട്ടുത്തരവാദിത്വത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ബാർ കോഴ ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയിട്ടില്ലെന്നും രാജേഷ് പാലക്കാട് പറഞ്ഞു. എക്സിറ്റ് പോളിലൂടെയല്ലാതെ വോട്ട് വാങ്ങി BJP സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിക്കാനാവില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്. 2004 എക്സിറ്റ് പോളും പ്രീ പോളുമെല്ലാം തെറ്റിയ അനുഭവം നമുക്കുണ്ട്. കേരളത്തിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്നും എം ബി രാജേഷ് പാലക്കാട് പറഞ്ഞു. 2004 സമാനമാണ് സ്ഥിതി. 2004 പ്രീ പോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിരുന്നു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീ പോളുകാർക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടത് വെറും 138 സീറ്റിലേക്ക് അന്ന് BJP ചുരുങ്ങുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവുമ്പോൾ. എക്സിറ്റ് പോള് കൊണ്ട് BJP ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. അത് ആദ്യം പ്രതിപക്ഷം അങ്ങനെയല്ല ആവശ്യപ്പെട്ടത്, അന്വേഷണം വേണമെന്നാണ്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ധാരണ എന്തായിരുന്നു വെച്ചാൽ ഈ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് 10 മിനിറ്റിനകം തന്നെ പരാതി DGPക്ക് കൊടുത്തത്. അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഒരായുധം പോയാൽ വേറൊരു ആയുധം പിടിക്കുക, അത്രയേ തന്നെ കാണേണ്ട കാര്യമുള്ളൂ. മാറ്റിയോ മൊഴി? ഞാനറിഞ്ഞിട്ടില്ല. അല്ല, ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പ്രതിപക്ഷം ആദ്യം പറഞ്ഞത് എന്താ? അവിടെ പ്രതിപക്ഷം ഇപ്പോൾ നിൽക്കുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടില് ഒരു വിവാദം കിട്ടിയാൽ മാസങ്ങൾ ഓടിക്കലാണല്ലോ പതിവ്. എൻ്റെ ഒരാഴ്ച പോലും ആയുസ് ഉണ്ടാവാതെ പോയ ഈ വിവാദത്തിന്. അപ്പോൾ പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധം ഒരു തുരുമ്പിച്ച ആയുധമായിരുന്നു എന്നും മനസ്സിലാക്കണം. പ്രതിപക്ഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധങ്ങൾ നേടുന്നത് നന്നായിരിക്കും. ആ കൗശലമൊക്കെ പ്രതിപക്ഷം കയ്യിൽ വെച്ചാൽ മതി. ഒരു കൈകടത്തലും ഉണ്ടായിട്ടില്ല. ഞങ്ങള് സർക്കാർ എന്ന നിലയിൽ കൂട്ടുത്തരവാദിത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നത്.